കൊടുവായൂർ നഗരത്തിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ചു തുടങ്ങി. നഗരത്തിൽ പ്രവർത്തിക്കുന്ന അനധികൃത വഴിയോര കച്ചവട കേന്ദ്രങ്ങളും ഒഴിപ്പിക്കുന്നു. പ്രധാന പാതകളായ കൊടുവായൂർ മെയിൻ റോഡ്, ബൈപ്പാസ് റോഡ്, ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലാണ് വഴിയോര കച്ചവടങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നതും കാൽനട വാഹന യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കുന്നതുമായ കച്ചവട കേന്ദ്രങ്ങളാണ് ഒഴിപ്പിക്കുന്നത്. റോഡിന് ഇരുവശമുള്ള കെട്ടിടങ്ങളിൽ അനധികൃത കയ്യേറ്റം നടത്തിയവർക്കെതിരെയും നടപടിയെടുക്കുന്നുണ്ട്. അനധികൃതമായി പ്രവർത്തിക്കുന്ന കച്ചവട കേന്ദ്രങ്ങൾ ഒഴിയാൻ കഴിഞ്ഞ മാസം 18-ന് പൊതുമരാമത്ത് വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. 50ഓളം കച്ചവടക്കാർക്കാണ് നോട്ടീസ് ലഭിച്ചിരുന്നത്. നോട്ടീസ് ലഭിച്ചിട്ടും ഒഴിയാത്ത കച്ചവടക്കാരെയാണ് ഇവിടെ നിന്നും ഒഴിപ്പിക്കുന്നത്. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് PWD AE CR പ്രദീപ് കുമാർ പറഞ്ഞു. നിലവിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുവായൂരിൻ്റെ പരിസരത്ത് ഉള്ള എവിക്ഷൻ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് റോഡ് സെക്ഷൻ ചിറ്റൂരിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രവൃത്തികൾ നടന്നു വരുന്നത്. ഏകദേശം 18/5/2026 ഇവിടെയുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലെ കയ്യേറ്റം നടത്തിയിട്ടുള്ള കടക്കാർക്ക് ഏകദേശം 50ഓളം കടക്കാർക്ക് നോട്ടീസ് നൽകുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലെ റണ്ണിംഗ് കോൺട്രാക്ടർ വർക്കിൽ ഉൾപ്പെടുത്തി ഇവിടെ കൊടുവായൂർ സ്കൂളിൻ്റെ പരിസരത്ത് എവിക്ഷൻ ജോലികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇവിടെ സ്കൂളിലെ PTA, കൊടുവായൂർ പഞ്ചായത്ത് എന്നിവയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്രവൃത്തി 2 ദിവസത്തോളം ഈ പ്രവൃത്തി ഉണ്ടാവും. ഇതിൽ അനധികൃത കയ്യേറ്റങ്ങൾ, വേസ്റ്റ് മാറ്റൽ, അങ്ങനെ അപകടാവസ്ഥയിലുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ മുറിക്കുക, മരങ്ങൾ കട്ട് ചെയ്യുക ആയ പ്രവൃത്തികളാണ് ഇവിടെ നടന്നു വരുന്നത്. ഇന്നു മുതൽ JCB ഉപയോഗിച്ചിട്ടുള്ള പ്രവൃത്തികളാണ് നടന്നു വരുന്നത്. നാളെയും ഇത് സംബന്ധിച്ചുള്ള ഇതുമായിട്ട് അനുബന്ധ പ്രവൃത്തികൾ ഉണ്ടായിരിക്കുന്നതാണ്. വ്യാപാരികളുടെ എതിർപ്പ് അവർക്ക് നോട്ടീസ് കൊടുത്തു. ആദ്യം അവർ എതിർപ്പ് 50ഓളം പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട, സ്കൂളിൻ്റെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ആയതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരും കടക്കാരും എല്ലാം സഹകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ ഈ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രവൃത്തി ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. 2 ദിവസം ഈ പ്രവൃത്തി ഉണ്ടാവും. കൂടാതെ കൊടുവായൂർ ആൽത്തറ മുതൽ റോഡിന് ഇരുവശവുമുള്ള ഓടകളും ശുചീകരിച്ചു തുടങ്ങി. പാഴ്ചെടികളും മരച്ചില്ലകളും വെട്ടിമാറ്റുന്നുണ്ട്. 2 ദിവസത്തിനകം നടപടി പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.